ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ട്രാവൽ വീഡിയോ ചെയ്യണത് ആദ്യമായിട്ടാണ്. വലിയ ട്രാവലൊന്നുമില്ല, ചെറിയൊരു ട്രാവൽ. അപ്പോൾ നമ്മളിന്ന് പോണത് ആറന്മുള വള്ളസദ്യ കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ പോയത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ പോയിട്ട് ട്രെയിൻ ചെങ്ങന്നൂർ വരെ പോയി. പിന്നെ ചെങ്ങന്നൂരിൽ നിന്ന് നമ്മുടെ ആറന്മുള വരെ നമ്മൾ ബസ്സിന് പോയി കേട്ടോ. ആറന്മുള ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ബസ്. അവിടെ വരെയുള്ള ബസ് കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെ പോകുന്നവർക്ക്. അപ്പോൾ ഈ ആറന്മുള വള്ളസദ്യ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം നമ്മൾ അമ്പലത്തിൽ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ വഴിപാട് കഴിക്കാനായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കും കേട്ടോ. അപ്പോൾ അതേ നേരെ കാണുന്നതാണ് അമ്പലം. കുറച്ച് നടന്ന് നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാനിതുപോലെ ഇതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഉള്ളിൽ കയറി വഴിപാടൊക്കെ നടത്തി കേട്ടോ. അപ്പോൾ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ വെളിയിൽ വന്നിരുന്നു. ഇനിയാണ് വള്ളസദ്യ ആരംഭിക്കുമ്പോൾ എനിക്കൊന്ന് 1 മണി എന്തോ ആവും. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഓരോ കരക്കാർ അവരുടെ പള്ളിയോടവുമായിട്ട് അമ്പലത്തിലോട്ട് വരുന്ന കേട്ടോ, പമ്പാ നദിയിലൂടെ. ഇങ്ങനെ ഇവർ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ വള്ളസദ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി നദിയിലൂടെ നമ്മുടെ അമ്പലത്തിൻ്റെ കടവിൽ വരും. എന്നിട്ട് കടവിൽ നിന്ന് അവരെ സ്വീകരിച്ചാണ് ഉള്ളിൽ കയറ്റി അമ്പലമൊക്കെ ചുറ്റി എന്തൊക്കെയോ ചടങ്ങുകളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ വള്ളസദ്യ സ്റ്റാർട്ട് ചെയ്യണത്. ഈ പള്ളിയോടം എന്ന് പറയുമ്പോൾ ഓരോ കരക്കാർക്ക് പള്ളിയോടം ഉണ്ട്. അങ്ങനെ ഇങ്ങനെ 1, 2, 3 അങ്ങനെ ഓരോ കരക്കാർ ഇങ്ങനെ വരുവാട്ടോ ചെയ്യണത്. നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ വള്ളത്തിൽ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ മാത്രമേ കയറ്റുള്ളൂ, സ്ത്രീകൾക്ക് വള്ളത്തിൽ കയറാനായിട്ട് പ്രവേശനമൊന്നുമില്ല. അങ്ങനെ പിന്നെ അവർ വരുമ്പോൾ അവരിങ്ങനെ വിളക്കും അതുപോലെ തന്നെ മുത്തുകൊടയും അങ്ങനെയൊക്കെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു തുഴയുണ്ടല്ലോ, അതും കൊണ്ടാണ് കേട്ടോ ടെമ്പിളിങ്ങനെ ചുറ്റുകയൊക്കെ ചെയ്യണത്. കേട്ടോ കടവിൽ സ്വീകരിക്കുന്നത്. പിന്നെ പറഞ്ഞ ഈ പള്ളിയോടത്തിൽ വന്ന ആ വള്ളക്കാരെ അവർ സ്വീകരിക്കുന്നു. ഇങ്ങനെ വിളക്കൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ട് അവരിനി അമ്പലത്തിലോട്ട് കയറി അമ്പലം ചുറ്റി അത് എന്തൊക്കെയോ ചടങ്ങുകളുണ്ട് കേട്ടോ. അങ്ങനെ ഈ വള്ളക്കാർ അമ്പലമൊക്കെ ചുറ്റി അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഓരോ കരക്കാർക്ക് ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഈ സദ്യ കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ വള്ളക്കാർ അവിടെ വരണു. അവരാണ് ഉള്ളിൽ ആദ്യം കയറണത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെ കയറ്റുന്നു. എന്നിട്ട് ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഈ സദ്യ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ചോറ് വിളമ്പിയിട്ടുണ്ടാവില്ല, കറികളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്കപ്പോൾ കഴിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി എന്തോ ചടങ്ങുകളും അതുപോലെ വിളക്ക് കത്തിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ചോറ് വിളമ്പുള്ളൂ. എനിക്ക് വളരെ കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല, ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രം കേട്ടോ ഞാൻ പറയണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ അവരിങ്ങനെ വിളക്കൊക്കെ കത്തിക്കുന്നു. വഞ്ചിപ്പാട്ടിലിങ്ങനെ ആറന്മുളത്തപ്പനെയും അങ്ങനെ ഇങ്ങനെ പാടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് സദ്യ വിളമ്പണത്. വള്ളസദ്യ കഴിക്കണമെങ്കിൽ എല്ലാവർക്കും വന്നാൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് പ്രത്യേക പാസ്സൊക്കെ വേണം. പാസ്സുള്ളവരെ മാത്രം ഉള്ളിൽ കയറ്റുള്ളൂ. അവിടെ പള്ളിയോട സമിതി എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്. അവിടെ നമുക്ക് 250 രൂപ അടച്ച് നമുക്ക് പാസ്സ് വാങ്ങിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധുക്കാരോ ഒക്കെ വള്ളക്കാരിലോ അല്ലെങ്കിൽ ആ കരക്കാരിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സദ്യ കഴിക്കാൻ പറ്റും. അങ്ങനെ കേട്ടോ. അല്ലാത്ത വരുന്ന എല്ലാവരെയും ഉള്ളിൽ ഒരിക്കലും കയറ്റി വിടില്ല. പാസ്സ് അവർ നിർബന്ധമായിട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. 64 വിഭവങ്ങളാട്ടോ വള്ളസദ്യയിൽ വിളമ്പണത്. അതുപോലെ 20 വിഭവങ്ങൾ പാട്ടുപാടി നമുക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റും. അത് വള്ളക്കാരാട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തും അപ്പം തന്നെ ഇലയിൽ എത്തിക്കണം എന്നുണ്ട്. നോ ഇല്ല എന്ന് പറയാൻ പാടില്ല എന്നുണ്ട്. ഉത്തിഷ്ടകാരം അതുപോലെ സന്താനലബ്ധി, സർപ്പദോഷം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്ന വഴിപാടാണ് ഈ വള്ളസദ്യ നടത്തുന്നതെന്നും പറയപ്പെടുന്നു. അങ്ങനെയാണ്. 4 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് വള്ളക്കാരെല്ലാവരോടും കൊടിമരത്തിന് അവിടെ എത്തിയിട്ട് അവരോട് പറ വെച്ചിട്ടുണ്ട്. അത് മറിച്ചിട്ടിട്ട് പിന്നെ ദക്ഷിണയൊക്കെ സ്വീകരിച്ച് അവർ വീണ്ടും കടവിലെത്തി വഞ്ചിപ്പാട്ടൊക്കെ പാടി പള്ളിയോടത്ത് തന്നെ തിരിച്ചു പോകട്ടോ ചെയ്യണത്. എനിക്കെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരുപാട് ഇഷ്ടമായി. അപ്പം ആരെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ.